ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് യൂണിഫോമിൻ്റെ ഒരു കുട്ടി ഷർട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ബട്ടൺ ഹോളിൻ്റെ ആ വശം തേര് വശമായിരുന്നു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മളത് മടക്കി അടിക്കുന്നുണ്ട്. തേര് വശം മടക്കി അടിക്കുമ്പോൾ നല്ല പിരിഞ്ഞിങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തേര് വശത്തിൻ്റെ അവിടെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാണ്ട് ചെറിയൊരു മടക്കിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മടക്കി അടിക്കുന്നുള്ളത്. പിന്നെ നമ്മളൊന്ന് വരട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നഖം വെച്ചിട്ട് നല്ല ഒന്ന് വരഞ്ഞു കൊടുക്കുക. പിന്നെ ബാലൻസുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മൾ 2 പീസും അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസാണ് വെക്കുന്നത്. ബാക്ക് പീസിൽ നമ്മൾ യോക്ക് വെക്കണം. യോക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. അത് 3 പീസും കൂടി നമ്മൾ നോച്ച് കണക്കാക്കി വെച്ച് ഒരു 4 ഇഞ്ച് അകലത്തിൽ അടിച്ചെടുക്കുകയാണ്. അത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പീസ് നമ്മളതിൽ കൂടിയിട്ടില്ലെങ്കിൽ പിന്നെ അടിച്ചെല്ലാം കഴിഞ്ഞിട്ടത് ഊരിപ്പോരും. നമ്മളത് കൃത്യമാണോ എന്ന് നോക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ. പിന്നെ ഒരു മേലടിയും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഷോൾഡറിൻ്റെ ഇടത്തിൽ ബാലൻസ് വന്നിട്ടുണ്ട്. നമ്മൾ കൂട്ടിയെടുത്തതാണ്. നമ്മളെല്ലാ അടിയും കഴിഞ്ഞിട്ടാണ് അത് കട്ട് ചെയ്ത് കളയണത്. തുടക്കക്കാരാകുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ച് വരുമ്പോൾ ഉണ്ടാവില്ല. ഇനി നമ്മൾ ഷോൾഡർ കൂട്ടുകയാണ്. ഷോൾഡർ തുമ്പം കാണാത്ത വിധത്തിൽ ഒന്നൊന്നിൻ്റെ മുകളിൽ വെച്ച് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. ഇത് കുഞ്ഞ് ഷർട്ടായത് കാരണം അതിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇനി കുറച്ച് വലിയ ഷർട്ടാകുമ്പോൾ ഒന്നും കൂടി വിശദീകരിച്ച് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് തിരിഞ്ഞ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ കുറച്ച് ഷോൾഡറിൽ കൂട്ടുന്നത്. നമ്മൾ അടുത്ത പീസും അതേമാതിരി തന്നെ വെക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പീസായതുകൊണ്ട് തന്നെ നമ്മളത് നഖം കൊണ്ട് വരച്ച് വെച്ചിട്ട് വേണം ഇതാക്കാൻ. അല്ലെങ്കിൽ അത് ഇങ്ങനെ എപ്പോഴും ചുളിഞ്ഞിങ്ങനെ ഇരിക്കും. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ബാലൻസ് വന്നത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ നടുവിൽ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈയാണ് വെക്കുന്നത്. കൈ വയ്ക്കുമ്പോൾ ഷർട്ടിന് കുഞ്ഞു കുട്ടികളാകുമ്പോൾ അങ്ങനെ കുഴിച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചെറിയൊരു വളരെ കുറച്ച് മാത്രം നമ്മളവിടെ ഒരു ഇത് കൊടുക്കുക. ഇത് ഷെമ്മിക്ക് അടിയിലിടാനുള്ള ഷർട്ടാണ്, അതുകൊണ്ട് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ സെൻറ്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങുന്നത്. ഷർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൈക്കുഴി ഇങ്ങനെ നല്ല കുഴിച്ചൊന്നും വെട്ടിയെടുക്കില്ല. അപ്പോൾ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഷർട്ട് സാധാരണ നമ്മൾ തുമ്പില്ലാണ്ടാണ് ചെയ്യൽ. ഇത് നമ്മൾ സാധാരണ നമ്മൾ ബ്ലൗസൊക്കെ അടിക്കുമ്പോൾ തുമ്പിട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡ് കൂട്ടുകയാണ്. സൈഡ് കൂട്ടുമ്പോൾ നമ്മൾ ഒരുപാട് തുമ്പിടരുത്, ഒരു 1/2 ഇഞ്ച് മാത്രം. പിന്നെ നമ്മൾ അടി മടക്കി അടിക്കുന്നുണ്ട്. നമ്മൾ ഷർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളർ അളന്ന് നോക്കണം. അളന്ന് നോക്കിയിട്ട് ഇതിൽ 6.2 അതിനനുസരിച്ച് നമ്മൾ കോളർ വെട്ടിയെടുക്കുകയാണ്. 6.2 അടയാളപ്പെടുത്തിയിട്ട് 1 ഇഞ്ചാണ് അതിന് വീതി. നമ്മളത് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മേലായിട്ട് നമുക്ക് കോളർ അതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടാണ് മേലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 1.25 ഇഞ്ച് വീതിക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെറിയൊരു കോണാക്കിയിട്ടാണ് വരച്ചെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത് അതിൻ്റെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസുള്ള പീസ് നമ്മൾ കോളറിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കും കോളറും റെഡി ആയിട്ടുണ്ട്. നമ്മളത് അടിച്ചെടുക്കുകയാണ്. അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ.
2 പീസ് വെച്ചിട്ട് ഒരു പീസ് മുകളിൽ കാണുന്ന വിധത്തിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ബാലൻസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഡബിൾ സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നല്ല ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മളത് അവിടെ അടിവിടാൻ സാധ്യതയുണ്ട്. നമ്മൾ 2 പീസ് വെച്ച് അടിച്ച് ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുകയാണ്. കോളർ ചെയ്യുമ്പോൾ നമുക്ക് ആ കോളറിൻ്റെ കൂർപ്പ് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ അവിടെ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ തുമ്പൊക്കെ കളഞ്ഞ് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചിടുന്നത്. പിന്നെ വല്ല സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോണ് ശരിയാക്കി എടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. നമ്മളതിനൊരു മേലടി കൊടുക്കുകയാണ്. ഏറ്റവും തുമ്പത്തിൽ കൂടെയാണ് നമ്മൾ ആ മേലടി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അടിവശം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ബാലൻസുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നടുവിൽ നമ്മൾ ചെറിയ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കണക്കാക്കിയിട്ട് നമ്മൾ നെക്കും കൂടി അടിച്ചെടുക്കണം. നമ്മൾ നെക്ക് ഒരു വശം നമ്മൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം നമ്മൾ അയിമയ്ക്ക് ചേർത്ത് അടിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു പീസും കൂടിയാണ് എടുക്കുന്നത്. നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും കൂട്ടി അടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നെക്കുമ്മ വെച്ചിട്ട് നെക്കും വേറൊരു പീസും നമ്മൾ കോളറും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത്. ഒക്കെ നമ്മൾ നടുവിൽ നൂച്ചിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് കൂട്ടി വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാണ്ടിരിക്കുള്ളൂ. ഇനി നമ്മൾ ക്യാൻവാസുമ്മ കൊള്ളിക്കാണ്ട് ബാലൻസ് നമ്മൾ ഒഴിവാക്കിയിട്ട് ആ പീസുമ്മ കൂടെ മാത്രമാണ് അടിച്ചെടുക്കുന്നത്. അതിൻ്റെ കോർണർ നെക്കിൻ്റെ കോർണർ വരുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടാണ് അടിച്ചെടുക്കാൻ. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ കട്ടിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്ത വശം അതേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അടിയിൽ തുണി കൂടിക്കൊണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ലാസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് തുണി ബാലൻസ് വന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അടിയത്തെ തുണി ശരിക്കും പോലെ നോക്കിയിട്ട് വേണം അടിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ നമ്മളതും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ആ ബാലൻസ് പീസ് അടിച്ചു കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് എപ്പോഴും നമ്മൾ എന്ത് മറിച്ചിടണോ അതൊക്കെ തുമ്പുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. പിന്നെ ചെറിയ കട്ടിട്ട് കൊടുക്കണം. എന്നാലും തന്നെ മറിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷർട്ടുമ്മ യോജിപ്പിക്കാൻ വേണ്ടത്ര തുമ്പ് ഒഴിവാക്കിയിട്ട് അതിന് നടുവ് കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എത്ര തുമ്പാണോ നമുക്ക് ഷർട്ടിനോട് യോജിപ്പിക്കാൻ വേണ്ടത് ഒരു 1/4 ഇഞ്ചൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഞാൻ നടുവിൽ നോച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കോളർ വെക്കുകയാണ്. മുകൾ വശത്ത് നമ്മൾ ക്യാൻവാസ് വെച്ച പീസാണ് വേണ്ടത്. അടിവശത്താണ് നമ്മൾ ക്യാൻവാസ് ഇല്ലാത്ത പീസ്. ആദ്യം തന്നെ നമ്മൾ ഒരു വശത്തും ആദ്യം അടിച്ചിടുകയാണ്. എന്നാലുള്ളത് അടിച്ച് വരുമ്പോൾ 2 വശവും ഈ സൈഡ് നമ്മൾ ആദ്യം തന്നെ അടിച്ചിടും. എന്നിട്ട് നമ്മൾ നടുവിൽ നോച്ചിട്ട് പോയിൻ്റ് വന്നാണ് അടിച്ചു തുടങ്ങുന്നത്. ഇത് നമുക്ക് കൃത്യമാണ് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത് അവിടെ നിന്ന് തന്നെ അടിച്ചെടുത്ത് വരുന്നത്. ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് നടുവിന്ന് തുടങ്ങുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ ഷർട്ടിനോട് യോജിപ്പിക്കുകയാണ്. ഒരു സൈഡ് അടിച്ചെടുത്ത് കഴിയുമ്പോൾ ബാലൻസുള്ള പീസൊക്കെ വീണ്ടും കട്ട് ചെയ്ത് കളയണം. ഇനി എല്ലാ തുമ്പും ഉള്ളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ മെല്ലെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട്
അഴിച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തുമ്പത്തുള്ള എല്ലാ പീസും നമ്മൾ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് കോളറിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നമുക്ക് അയൺ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ